നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വാഗ അതിർത്തി എപ്പോഴും ഉണർന്നാണ് ഇരിക്കാറ്. പക്ഷെ ഇന്നത്തെ ഉണർവിന് ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പോരാടി ഇന്ത്യക്ക് കൈവിട്ടു പോയ സിംഹക്കുട്ടി വർദ്ധമാൻ മകൻ അഭിനന്ദൻ തിരിച്ചെത്തിയതാണ് വാഗ അതിർത്തിയെ ഇന്ന് കൂടുതൽ സമ്പന്നമാക്കിയത്. വാഗയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം പടക്കം പൊട്ടിച്ചും പതാക വീശിയും അഭിനന്ദനെ സ്വീകരിക്കുകയാണ്. രാജ്യം രാഷ്ട്രാഭിമാനത്തിന്റെ ഉത്തുംഗതയിൽ നിൽക്കുമ്പോൾ സങ്കുചിത രാഷ്ട്രീയം പറയാൻ ആരും തയ്യാറാകരുത്, മോദി പ്രത്യേകിച്ചു. പക്ഷേ മോദി അത് ചെയ്തു. പ്രതിപക്ഷം രാജ്യത്തെ വെറുക്കുകയാണെന്ന് വരെ മോദി ഇന്ന് കന്യാകുമാരിയിൽ പറഞ്ഞു. രാജ്യം വിജയിക്കലല്ല, അതിൽ നിന്നും നമുക്കെത്ര ഒപ്പിക്കാമെന്ന സങ്കുചിതമായി കരുതുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെന്നത് നിർഭാഗ്യകരമാണ്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ രൂപം കൊണ്ട ഇന്ത്യക്ക് അനുകൂലമായ ഭാവം ശാശ്വതമായ ഭീകരരഹിത അന്തരീക്ഷമാക്കാൻ കഴിയണം. കശ്മീരിൽ സമാധാനം പുലരുകയും അതിർത്തിയിൽ ഇന്ത്യക്ക് സ്വസ്ഥതയും ലഭിക്കാൻ എന്തൊക്കെ വേണം? സമാധാനം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് പാക് പ്രകോപനം ഇന്നും തുടർന്നു. ഏറ്റവും ഒടുവിൽ ഹന്ദുവാരയിൽ 4 CRPF-കാരാണ് വെടിയേറ്റ് വീണത്. ഇത്തരുണത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: വാഗയിലെത്തിയ ഇന്ത്യൻ ജയം തുടരുമോ? ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇനി മാർഗങ്ങൾ എന്തൊക്കെ? 7 മുതൽ 9 മണി വരെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ്. 7 മണിക്ക് ആദ്യം ആനി രാജ, ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ്, BJP നേതാവ് രഞ്ജിത്ത് ചന്ദ്രൻ, ഒപ്പം നിരീക്ഷകനായി അജയകുമാർ, ജ്യോതിർഗമയ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ ഈ ഘട്ടത്തിൽ സമ്പന്നമാക്കുക. തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം ശ്രീമതി ആനി രാജയിലേക്ക്. ശ്രീമതി ആനി രാജ, ഇന്ത്യയുടെ ജയം സമഗ്രാർത്ഥത്തിൽ നയതന്ത്രമായി സൈനികമായി ഒക്കെയുള്ള വിജയം. ഈ വിജയത്തെ ഇന്ന് വാഗ അതിർത്തിയിൽ നാം നേരിട്ട് കാണുകയാണ്. ശ്രീമതി ആനി രാജ. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഒരുപാട് ആയിരക്കണക്കായ സൈനികർ സേവനമനുഷ്ഠിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുകയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കടന്നാക്രമണം ഉണ്ടാകുകയും നമുക്ക് നിരവധി സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി അഭിനന്ദൻ പാകിസ്ഥാന്റെ കൈകളിൽ അകപ്പെടുകയും അവിടെ നിന്ന് തീർച്ചയായിട്ടും ആ ഒരു ഓപ്പറേഷനിൽ അഭിനന്ദൻ എന്ന സൈനികൻ സ്വീകരിച്ച അങ്ങേയറ്റം അഭിനന്ദാർഹമായ ഒരു നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യത്തെ ഏറ്റവും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം അവരുടെ കൈകളിൽ അകപ്പെടുകയും അവിടെ നിന്ന് നയതന്ത്ര മാർഗങ്ങൾ വഴിയായി തന്നെ അദ്ദേഹത്തെ തിരികെ നമ്മുടെ നാട്ടിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും അധികം നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് പറഞ്ഞ ങ്ങളില്ലാതെ യുദ്ധം ഒന്നിൻ്റെയും ഒരു സമാധാനമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കടന്നാക്രമണങ്ങളെയൊക്കെ നമ്മൾ ചെറുക്കുകയും ആ കടന്നാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ചെറുത്തുനിൽപ്പ് നമ്മൾ സജ്ജമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ പാഠം കൂടി ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നിട്ടുള്ള സംഭവങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ട സൈനികരുടെ ജീവനുകൾ, അതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. ശ്രീ BJP പ്രതിനിധിയായി ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ. ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ, വാഗ അതിർത്തിയിൽ ഇന്ന് നാം ഈയൊരു ഘട്ടത്തിൻ്റെ വിജയം അനുഭവിക്കുകയാണ്. നമ്മുടെ ഒരു സൈനികൻ പാകിസ്ഥാന്റെ പിടിയിലാവുകയും ആശങ്കയോടെ എണ്ണി നീക്കിയ രാത്രികളും പകലും ഒടുവിൽ ആ സൈനികൻ നമുക്ക് തിരികെ ലഭിക്കുകയാണ്. അത് ഒരു സൈനികൻ എന്നുള്ളതല്ല, അത് ഇന്ത്യയുടെ മുഴുവൻ വികാരമാണ്. പടക്കം പൊട്ടിച്ചും പതാക വീശിയും നാം ആഘോഷിക്കുകയാണ്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. കാരണം പാകിസ്ഥാനെ പോലെയുള്ളൊരു രാജ്യം, അവരുടെ കൈവശത്ത് ഒരു ഇന്ത്യയുടെ ഒരു വിങ് കമാൻഡർ ആയിട്ടുള്ള അഭിനന്ദൻ വർദ്ധമാനെ, അദ്ദേഹം പാകിസ്ഥാനെ പോലെയുള്ളൊരു രാജ്യം അത് അവരുടെ കൈവശം കിട്ടി 2 ദിവസത്തിനകം തന്നെ
അദ്ദേഹത്തെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം പാകിസ്ഥാൻ്റെ ഒരു പ്രീസിഡന്റ് നമുക്കറിയാം, അവരുടെ ഒരു എന്താണ് അവർ ഇന്നേ വരെ അവർ സ്വീകരിച്ചു പോകുന്ന നിലപാട് എന്ന് നമുക്കറിയാം. ഇതുപോലത്തെ ഒരു തടവുകാരനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടിയാൽ അത് പരമാവധി അദ്ദേഹത്തെ ചൂഷണം ചെയ്ത് അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഒരു രീതി പാകിസ്ഥാനുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ പാകിസ്ഥാൻ ഇതിനെ എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനകം തന്നെ മോചിപ്പിച്ചത് തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഒരു ജയം തന്നെയാണ്, ഭാരതത്തിൻ്റെ ജയം തന്നെയാണ്, അത് ഇന്ത്യൻ ആർമിയുടെ കരുത്ത് തന്നെയാണ്, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു. അമേരിക്കയിൽ നിന്നുമുള്ള കർശനമായിട്ടുള്ള ഒരു ശാസന പാകിസ്ഥാൻ ഉണ്ടായി. അതുപോലെ UAEയിൽ നിന്നുള്ള ഒരു കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം പാകിസ്ഥാൻ ഉണ്ടായി. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒക്കെ തന്നെ ഒരു ധാരണയുണ്ടായി. അങ്ങനെ പാകിസ്ഥാനും ഇമ്രാൻഖാനും ഒക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കരുത്തുറ്റ സിംഹക്കുട്ടി വർദ്ധമാൻ്റെ മകനായിട്ടുള്ള അഭിനന്ദൻ വർദ്ധമാൻ്റെ മോചനം ഇത്രയും പെട്ടെന്ന് സാധ്യമായത്. തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചും മുഴുവൻ 138 കോടി ഭാരതീയരെയും സംബന്ധിച്ചും ഏറ്റവും അധികം അഭിമാനകരമായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 140 കോടി ഇന്ത്യക്കാരൻ്റെയും ഭാഗ്യമായി അഭിമാനമായി കാണുമ്പോൾ അതിനെ ആരും രാഷ്ട്രീയ സങ്കുചിത ഭാവത്തിൽ സാംശീകരിക്കുന്നതോ പറയുന്നതോ ശരിയാണോ? അങ്ങനെ കാണുന്നുണ്ടോ BJP? ഇല്ല, ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഇന്ത്യയുടെ സൈന്യത്തിന് കൊടുത്ത സൈന്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിനെ പേടിച്ചുകൊണ്ട്, ഇന്ത്യയുടെ സൈനിക ബലം പേടിച്ചുകൊണ്ട്, അത് ആ സൈനിക ബലവും ഇന്ത്യയുടെ നയതന്ത്ര വിജയവും തന്നെയാണ്. അതിനെ തന്നെയാണ് ബഹുമാന്യനായിട്ടുള്ള രഞ്ജിത്ത്, ഞാൻ ചോദിക്കുന്നതല്ല ഈ ആക്രമണമുണ്ടായി, 40ഓളം വരുന്ന നമ്മുടെ സൈനികരുടെ ജീവൻ പൊലിഞ്ഞു, കൃത്യമായ വലിയ വീഴ്ചയെന്ന് അവിടുത്തെ ഗവർണർ പോലും, നിങ്ങൾ ഏൽപ്പിച്ച ഗവർണർക്ക് പോലും പറയേണ്ടി വന്നു. അങ്ങനെ വീഴ്ച സംഭവിച്ചു, വലിയ ഇന്റലിജൻസ് പിഴവ് സംഭവിച്ചു. പ്രത്യേകിച്ച് ഡോവലൊക്കെ പ്രധാനമന്ത്രി മോദിയുടെ അടുത്തുള്ളപ്പോൾ, ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള ഡോവലുള്ളപ്പോൾ അങ്ങനെ ഒരു വലിയ വീഴ്ച പറ്റി. ആ വീഴ്ച പറ്റി അതിനുശേഷം നാം അതിന് രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. വി സല്യൂട്ട് IAF എന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി എത്തി വാർത്താ സമ്മേളനം നടത്തുന്നു. ഞങ്ങൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ്, സൈന്യത്തിനൊപ്പമാണ് ഞങ്ങളെന്ന്. ഇടതുപക്ഷവും അതുപോലെ തന്നെ പറഞ്ഞു. വലിയ ആദരം ഞങ്ങൾ സൈന്യത്തിൽ കൊടുക്കുന്നു, അഭിമാനം കൊടുക്കുന്നു യെച്ചൂരി പറഞ്ഞു, CPI-യുടെ നേതാക്കന്മാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എല്ലാ പാർട്ടികളും 21ഓളം വരുന്ന പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി. എന്നിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രതിപക്ഷത്തെ രാജ്യവിരുദ്ധരാക്കി മോഡി പറഞ്ഞത്? മോഡി പറഞ്ഞ വാക്കുകൾ കേൾക്കൂ, അതിനുശേഷം ചർച്ചയിലേക്ക് എത്താം. മോഡി ഇങ്ങനെ പറഞ്ഞു കന്യാകുമാരിയിൽ, കേൾക്കൂ. Do you support our armed forces or suspect them? They should clarify. Do they believe our armed forces or they believe those forces who support terrorism on our soil? I want to tell this party, Modi will come and go. India will remain. Please stop weakening India to strengthen your own politics. ആരാണ് ഇന്ത്യയെ വീക്കൻ ചെയ്യാൻ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചത്? ഏത് ശക്തിയാണ്? പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാട്ടി മോഡി പറഞ്ഞത് ഗുരുതരമായ രാജ്യദ്രോഹമാണ്. ഗുരുതരമായ രാജ്യദ്രോഹം പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം തൊടുപുഴയിൽ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം പാകിസ്ഥാനിലെ ഇന്ത്യൻ ആക്രമണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യുദ്ധമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള BJP RSS ശ്രമത്തിന്റെ
ഭാഗമാണ് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അങ്ങനെയല്ല പറഞ്ഞത്. ബാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത് ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ. അതായത് ശ്രീ രഞ്ജിത്ത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാൻ ഒന്നും പറഞ്ഞോട്ടെ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് അതാണ്. ഞാൻ വരും പോകും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഞാൻ വരും പോകും. അത് നരേന്ദ്രമോദി അല്ലെങ്കിൽ മറ്റൊരാൾ ഇവിടെ വരും പോകും. പക്ഷേ ഇവിടത്തെ ഇന്ത്യയുടെ സൈന്യത്തെയോ ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയോ ഇന്ത്യയുടെ ഒത്തൊരുമയോ ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള ആ കാര്യങ്ങൾ കേവലമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അങ്ങനെയുള്ള പ്രവർത്തികൾ ആരാണ് പറഞ്ഞത്? പ്രവർത്തികൾ കന്യാകുമാരിയിൽ മോദി വന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രീ രഞ്ജിത്ത് കന്യാകുമാരി തന്നെ അറിയാം. ശ്രീ രഞ്ജിത്ത് ഞാൻ ചോദിക്കുന്നത് ഇതാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് സൈനികർ മരിക്കാനുണ്ടായ വലിയ വേദനയിൽ, സൈനികർ മരിച്ച വലിയ വേദനയിൽ അവിടെ ഉണ്ടായ ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് പിഴവിനെ സംബന്ധിച്ചാണ്. എയർ മാർഗം അടക്കം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അത് ഉപയോഗിക്കാൻ നൽകാത്തത് കൊണ്ടാണ്. ഒപ്പം ഗവർണർ അടക്കം, നിങ്ങൾ ഏൽപ്പിച്ച ഗവർണർ ജനറൽ അടക്കം പറയുകയാണ് അവിടെ വീഴ്ച പറ്റിയെന്ന്. അങ്ങനെ ട്വീറ്റ് ചെയ്തു ഗവർണർ. കശ്മീരിലെ നിങ്ങൾ ഏൽപ്പിച്ച ഗവർണർ, ആ ഗവർണർ അങ്ങനെ ട്വീറ്റ് ചെയ്തു. ആ ഒരു സാഹചര്യമല്ല, അത് വ്യത്യസ്തമായ ഒന്നാണ്. ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് പ്രതിപക്ഷം ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിന്നത്? മോദി വരും പോകും, ഇന്ത്യ നിലനിൽക്കും, അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പ്രതിപക്ഷം നീങ്ങാതിരിക്കാൻ ഒരു ആഹ്വാനം മുൾമുനയിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ളതാണ്. ആരാണ് ഏത് പ്രതിപക്ഷ കക്ഷികളാണ് സൈന്യത്തെ എതിർത്തത്? പറയൂ. സൈന്യത്തെയും ഈ സർജിക്കൽ സ്ട്രൈക്കിനെയും പാകിസ്ഥാനെ അടിക്കുന്നതിനെയും പാകിസ്ഥാനുമായി അവിടെ അതിർത്തിയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുമെതിരെ ഏത് പ്രതിപക്ഷ കക്ഷിയാണ് നിന്നത്? ഇവിടെ പുൽവാമയിലെ ആക്രമണമുണ്ടായി. പുൽവാമയിലെ ആക്രമണമുണ്ടായപ്പോൾ ശക്തമായിട്ട് തിരിച്ചടിക്കണമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മുഴുവൻ ജനതയ്ക്കും അതുപോലെ ഇന്ത്യയുടെ പട്ടാളത്തിനുമൊക്കെ തന്നെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുകയുള്ളൂ. അത് പൊതുജനത്തെ അഡ്രസ് അല്ലല്ലോ. ഇന്നലെ യെദ്യൂരപ്പ പറഞ്ഞല്ലോ, ഇന്നലെ യെദ്യൂരപ്പ പറഞ്ഞു ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം BJPയുടെ സീറ്റ് 28ഓളം ഉയരും എന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു? അല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അപ്പോ പറഞ്ഞ കാര്യം എന്താ? അപ്പോ പറഞ്ഞ കാര്യം ചർച്ച നടത്തണമെന്ന് പോലും. എന്ത് ചർച്ച? ഈ 43ഓളം വരുന്ന രഞ്ജിത്ത് ചന്ദ്രൻ തെറ്റായ മാർഗത്തിലേക്ക് ചർച്ച നയിക്കുന്നത്. അതായത് എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. പ്രതിപക്ഷങ്ങൾ ആരും സൈന്യത്തെ എതിർത്തിട്ടില്ല. പ്രതിപക്ഷം ആരും സൈന്യത്തെ എതിർത്തില്ല. ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് വീഴ്ചയെ വിമർശിക്കാനുള്ള അവകാശം എല്ലാ പ്രതിപക്ഷത്തിനും ഉണ്ട്. അതല്ല, ഈ പാകിസ്ഥാനിലുള്ള ഈ നീക്കത്തിൽ സൈന്യത്തെ ആരും എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും CPI-യുടെ നേതാക്കളും എല്ലാം അതനുസരിച്ചാണ് നിന്നത്. ഇന്നലെ 21 പാർട്ടികൾ സംയുക്തമായി ചേർന്നു. നിങ്ങൾ സുഷമ സ്വരാജ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളും അവരുടെ ഐക്യദാർഢ്യം സൈന്യത്തോട് അർപ്പിച്ചതാണ്. നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ചതാണ്. ഗുലാം നബി ആസാദ് അടക്കം അതിനുശേഷം പുറത്തു വന്നതിന്റെ ബ്രീഫ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സൈന്യത്തെ ഏത് പ്രതിപക്ഷമാണ് എതിർത്തത്? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവിടെ പുൽവാമ ആക്രമണം നടന്നപ്പോൾ ആ സമയത്ത് CPM-ന്റെ സംസ്ഥാന സൈന്യത്തെയാണോ എതിർത്തത്? ചർച്ച നടത്തണം. സൈന്യത്തെയാണോ എതിർത്തത്? നിങ്ങളുടെ ഇന്റലിജൻസ് വീഴ്ചയാണോ എതിർത്തത്? നിങ്ങളുടെ ഇന്റലിജൻസ് വീഴ്ചയാണോ? അല്ല, കാടടച്ച് വെടിവെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ അതായത് നമ്മുടെ സൈനികരെ, CRPF ജവാന്മാരെ, ഈ നാടിന് വേണ്ടി ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ആ സൈനികരെ കൊന്നവർക്കെതിരെ ചർച്ച നടത്തണമെന്ന് ഉള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. രഞ്ജിത്ത് അതായത് പുൽവാമയിൽ സൈന്യം മരിച്ചു വീണപ്പോൾ അവർക്കുണ്ടായ ഇന്റലിജൻസ് വീഴ്ചയെ സംബന്ധിച്ച് പറയണം ഒരു പ്രതിപക്ഷം.
അതാണ് ആ പ്രതിപക്ഷ ദൗത്യം അവിടെ നിർവഹിച്ചത്. മുമ്പ് മോദി പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ മൻമോഹൻ സിംഗ് മാത്രം ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇത്രയധികം സൈനികർ മരിച്ചു വീഴുന്നത് എന്ന് മോദി നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ആ ബൈറ്റ് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, സൈന്യത്തെ എതിർത്തത് അല്ലല്ല, സൈന്യത്തെ എതിർത്തത് ഏത് പ്രതിപക്ഷ കക്ഷിയാണ്? അത് ചെയ്തത് പാകിസ്ഥാൻ പട്ടാളമല്ല, ഇവിടെ തീവ്രവാദികൾ പാകിസ്ഥാന്റെ വേഷമണിഞ്ഞ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എ കെ ആന്റണിയുടെ കാര്യം വിടൂ, അത് കോൺഗ്രസിന്റെ നേതാവ് ഷമാ മുഹമ്മദ് എന്ന് പറയട്ടെ. അതല്ല ഞാൻ പറയുന്നത്. കശ്മീരിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ഉണ്ടായ സർജിക്കൽ സ്ട്രൈക്കിൽ സൈന്യത്തെ ഏത് പ്രതിപക്ഷ കക്ഷിയാണ് എതിർത്തത്? അല്ല, സൈന്യത്തെ ഏത് പ്രതിപക്ഷ കക്ഷിയാണ് എതിർത്തത്? സൈനിക നടപടി ഏത് പ്രതിപക്ഷ കക്ഷിയാണ് എതിർത്തത്? അല്ല, ഞാൻ പിന്നെ എന്തിനാണ് മോഡി അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ പറഞ്ഞല്ലോ, ഒരു സൈന്യത്തിലെ 43 വരുന്ന ജവാന്മാരെ കൊന്നിട്ട് നിൽക്കുമ്പോൾ, ആ ജവാന്മാരെ ചുട്ടരിച്ചിട്ട് നിൽക്കുമ്പോൾ ഇവിടെ പറയുന്നത് ആ ചുട്ടരിച്ചവർക്കെതിരെ ചർച്ച നടത്തണമെന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് വെള്ളപൂശപ്പെടുന്നത്? ചർച്ച നടത്തേണ്ടത് ആരുമായിട്ടാണ്? സമാധാനം രണ്ടാമത്തെ ഒരു ചോദ്യം, ഇതിനെ രാഷ്ട്രീയമായ താല്പര്യത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് രഞ്ജിത്ത് തന്നെ ആദ്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് യെദ്യൂരപ്പ എന്ന നിങ്ങളുടെ നേതാവ് ഈ ആക്രമണത്തിന് ശേഷം ബി.ജെ.പിയുടെ സീറ്റ് വർദ്ധിക്കുമെന്ന് പറഞ്ഞത് എന്തിനാണ്? അല്ല, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഇതിന്റെ പറയേണ്ട ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. പ്രധാനമന്ത്രി ഇതാണല്ലോ പറയുന്നത്, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി, അവരെല്ലാവരും തന്നെ സൈന്യത്തിനോടൊപ്പവും ഇന്ത്യയുടെ മുഴുവൻ ഈ ശ്രീ ജ്യോതിർഗമയ അജയകുമാർ അതായത് കൃത്യമായി ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഭരണകൂട വീഴ്ചകളെ വിമർശിക്കുകയും സൈന്യത്തിനും ഇപ്പോഴത്തെ നടപടിയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭരണകക്ഷിയാകട്ടെ ഇതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മോദി കന്യാകുമാരിയിൽ വന്ന് പറഞ്ഞത്. ഈ അഭിമാന നിമിഷത്തിലും രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് മോദി പോവുകയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയെ വളർത്താൻ, അദ്ദേഹത്തിന്റെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ. ഒമർ അബ്ദുള്ള എന്ന കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവ് വരെ പറഞ്ഞു, ഈ മഹാനായ സൈനികൻ ഇവിടെ തിരിച്ചെത്തി അവരുടെ വീട്ടിലെത്തിയിട്ടല്ലാതെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും പൊതു പൈസ ഉപയോഗിച്ച് മോഡി പോകരുതെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. ആ ഒമർ അബ്ദുള്ള എന്ന ആ ചെറിയ പാർട്ടിയുടെ നേതാവിന്റെ ആർജവം പോലും മോഡി കാട്ടിയോ? ഇവിടെ ഇത് രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുകയാണ്. യെദ്യൂരപ്പയും ആകട്ടെ മോദിയും ആകട്ടെ. ഈ ഒരു സംഭവത്തിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും, അത് പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ചും, ജനങ്ങളും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുഴുവൻ ഇന്ത്യയോടൊപ്പം നിന്നതാണ്, പട്ടാളത്തോട് സൈനികരോടൊപ്പം നിന്നതാണ്. അവിടെ ആദ്യമായി ഇതിനെപ്പറ്റി വളരെ ഒരു പൊളിറ്റിക്സ് പറഞ്ഞത് അമിത്ഷായാണ്, ആസാമിലെ മീറ്റിംഗിൽ ആദ്യമായി. അതിനുശേഷം ബി.ജെ.പിക്കാർ, അത് മാത്രമല്ല പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് ചെയ്യേണ്ട ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. പാർലമെന്റിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ രാജ്യത്തോട് പറയണം, അതെല്ലാം ബി.ജെ.പി സമ്മേളനങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇന്ന് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായ ദിവസം തന്നെ ചുരുവിൽ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്, 2014 പ്പോൾ എന്നെ നിങ്ങൾ ജയിപ്പിക്കൂ, വോട്ട് തരുമെന്നാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം ഈ സമയത്ത് നടത്തിയത് വളരെ ഹീനമായ ഒരു നീക്കമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് നല്ല ഒരു ഭരണകൂടത്തിന് യോജിച്ചതല്ല ഇത്. ഇന്ത്യയിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം നല്ലല്ല, മാത്രമല്ല ഇന്ത്യയിൽ 1971 ഒരു യുദ്ധമുണ്ടായി. അന്ന് യുദ്ധത്തിലെന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്തത്. അതൊരു ഫുൾ ഫ്ലെഡ്ജ് വാറായിരുന്നു, നമ്മൾ ഡിക്ലെയർ ചെയ്ത വാറാണ്. കാരണം നമ്മുടെ അതിർത്തി ലംഘിച്ചപ്പോൾ, അത് മാത്രമല്ല നമുക്ക് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം, അത് മാത്രമല്ല അവിടെ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ അന്ന് ഇന്ത്യയിൽ എതിർത്ത, ഇന്ത്യയോട് നിലപാട് യോജിക്കാൻ വയ്യാത്ത ഒരുപാട് കക്ഷികൾ, അവരിൽ ഇന്ന് ചോദിച്ചത് പാകിസ്ഥാൻ ടെററിസ്റ്റ് രാജ്യമാണ്. അവരുടെ ടെററിസ്റ്റിനെതിരെ അമേരിക്ക ബുദ്ധിമുട്ടിലാണ്. 17 വർഷം കൊണ്ട് അവർക്ക് അഫ്ഗാനിസ്ഥാൻ പുറത്തു കിടക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം ഈ ടെററിസ്റ്റാണ്. അപ്പോൾ പാകിസ്ഥാൻ ടെററിസം ഇന്ന് ലോകത്തെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, എല്ലാ കൺട്രികൾക്കും. അത് ഇസ്ലാമിക രാഷ്ട്രമായാലും സമീപ രാഷ്ട്രങ്ങളായാലും, ഇന്ത്യ മാത്രമല്ല, അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും ബ്രിട്ടൻ ആയാലും, അവിടെ എല്ലാം പാകിസ്ഥാൻ ടെററിസ്റ്റ് ഫാക്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോട് ഈ രംഗത്തിൽ എതിർപ്പുണ്ട്. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ആ സപ്പോർട്ടിനെ മോദി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും നമ്മൾ അകന്നു പോകുന്ന ലക്ഷ്യമാണുള്ളത്.
ഇപ്പം ഇന്നത്തെ പ്രത്യേകിച്ചും ആ മോഡിയുടെ പ്രസംഗം, ചുരുവിലെ രാജസ്ഥാനിലെ അന്നത്തെ പ്രസംഗം, ഇത് രണ്ടും ഗുരുതരമായ വീഴ്ചയാണ്. രാജ്യത്തോട് മോഡി കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഈ വിഷയം അതിനെക്കുറിച്ച് ജനങ്ങളോട് അഡ്രസ് ചെയ്യണമായിരുന്നു. സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല. ഇത്രയും വലിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും അത് തന്നെ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം 5 വർഷമായി വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് വീണ് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് മോഡി ഇതിനെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് സംശയമുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ ഒരിക്കലും ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിമാരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അധികാരത്തിൽ എങ്ങനെയും തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ഇഷ്യൂവും അത് വളരെ മോശപ്പെട്ട പ്രവണതയാണ്. അതിനെ നമ്മളെ ജനസമൂഹം, നമ്മളെ രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ ഇന്നും അവർ ആർമിക്ക് എന്നല്ല നാളെയും എന്നും അത് ഇന്ത്യൻ സൈന്യത്തിന്, സേനയ്ക്ക് മുഴുവൻ പിന്തുണയും ഇന്ത്യൻ ജനതയുണ്ട്. അതിനെ വംശീകരിക്കാനും അല്ലെങ്കിൽ അതിനെ പിന്നെ ഒരു പാർഷ്യാലിറ്റിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് മോഡി. ഇതിനെ ഒരു ഇലക്ഷൻ അജണ്ടയാക്കി മാറ്റി. അപ്പൊ ഇതിനിടയ്ക്ക് വോട്ട് ചോദിച്ച മോഡി എന്ന് പറയുമ്പോൾ ചുരുവിലെ ഇലക്ഷനിലെ ആ ദിവസം തന്നെ രാവിലെ 3:40 ആനി രാജ, അതായത് അമിത്ഷയുടെ ആസാമിലെ പ്രസംഗമാകട്ടെ, ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മുടെ സൈനികരുടെ ജീവൻ പൊലിഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് പോലും നിർത്താതെ പോയ മോദിയുടെ സമീപനം വലിയ രീതിയിൽ വിമർശനമുണ്ടാക്കിയതാണ്. തുടർന്നാണ് ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഈ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സമയങ്ങളിലും ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതാണ് മോദിയും അമിത്ഷയും എല്ലാവരും നടത്തിയിട്ടുള്ളത്. യെദ്യൂരപ്പ വരെ നടത്തിയിട്ടുള്ളത്. യെദ്യൂരപ്പയെ തിരുത്തേണ്ടി വന്നു പരസ്യമായി BJP നേതാക്കൾക്ക്. ഇന്ന് കന്യാകുമാരിയിലും വ്യത്യസ്തമായ ഒരു നിലപാടല്ല മോദി പറഞ്ഞത്. പ്രതിപക്ഷം സൈനിക വിരോധം വെച്ചിട്ട്, മോഡിയോടുള്ള വിരോധം വെച്ചിട്ട് സൈനികരെയും രാജ്യത്തെയും എതിർക്കുന്നു എന്ന് മോദി പറയേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇന്നുണ്ടോ ശ്രീമതി ആനി രാജ? അജിംഷ, ഇത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് സമ്മേളനം, ലാസ്റ്റ് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ 10% സംവരണം പിന്നോക്കക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ട് നടത്തി അത് പാസ്സാക്കിയെടുക്കുന്നതിന് ആ ബില്ല് കൊണ്ടുവരികയും അതിൽ ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മന്ത്രി രവിശങ്കർ പ്രസാദ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, യു ക്യാൻ എക്സ്പെക്ട് മോർ സർജിക്കൽ സ്ട്രൈക്സ് എന്നാണ് ഒരു ആലങ്കാരികമായി അദ്ദേഹം പറഞ്ഞത്. അപ്പോ മറ്റൊന്നും നമ്മൾ ഈ സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളാണിത്, അല്ലാതെങ്കിലും രാഷ്ട്രീയം വെച്ചുകൊണ്ട് പറയുന്ന ഒന്നല്ല. ഒരു ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ഒരു അവിശ്വാസത്തെ, ജനങ്ങളുടെ അവിശ്വാസത്തെ നേരിടുന്ന ഒരു ഗവൺമെന്റ്, ആ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, ഇത്തരത്തിൽ വലിയ ഒരു ടെൻഷൻ ഈ രാജ്യത്തെ ജനങ്ങളും രാജ്യവും അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് പോലും ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും ഒരു വീട്ടിലൊരു മരണമല്ല, ഗ്രാമത്തിലുള്ള അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ അവസാനിപ്പിച്ചോട്ടെ, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോളട്ടെ. അനിരാജ, അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ അന്ന് മുതൽ തന്നെ എനിക്ക് വോട്ട് തരൂ, എന്നെ കൂടുതൽ ശക്തിയോടെ വിജയിപ്പിക്കൂ, അപ്പൊ ഞാൻ ഈ രാജ്യത്തെ അങ്ങ് രക്ഷിക്കാം, ഇതെല്ലാം തടഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഈ അടിവരയിടേണ്ടതാണ്. കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിലേക്ക് പോവുകയാണ്. ശ്രീമതി ഷമാ മുഹമ്മദ്, അതായത് ആദ്യം മുതൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതിന് മുമ്പ് അതിന് ഹേതുവായ പട്ടാളക്കാർ മരിച്ചു വീണ ഏറ്റവും ദുഃഖകരമായ സമയത്ത് പോലും പ്രധാനമന്ത്രി പെരുമാറിയതിനെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷം സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നു. വി സല്യൂട്ട് IAF എന്ന അർത്ഥത്തിൽ ട്വീറ്റ് ചെയ്തു, വാർത്താ സമ്മേളനം നടത്തി നിങ്ങളുടെ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും സൈന്യത്തോടൊപ്പം ഉറച്ചു നിന്നു. ആരെങ്കിലും ഇതിനെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP ആണ്, മോദിയാണ്, അമിത്ഷയാണ്, യെദ്യൂരപ്പയാണ്. എന്നിട്ടും ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിൽ വന്ന് പറഞ്ഞത് മോദി വരും പോകും, പക്ഷേ രാജ്യത്തെയാണ് സ്നേഹിക്കേണ്ടത്, പ്രതിപക്ഷം തന്നോടുള്ള വിരോധത്തിൽ സൈന്യത്തെ എതിർക്കുന്നു എന്ന്. അങ്ങനെ പറയേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടോ ഷമ? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വെറും മോദി സർക്കാരിനുള്ളൂ. ഞാനിപ്പം കുറച്ചാ നിങ്ങളെ ഡിബേറ്റ് കേട്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ അന്ന് പുൽവാമ അറ്റാക്കിന്റെ ശേഷം മോദിജി നേരെ പോയത് സോളിലായിരുന്നു.
അദ്ദേഹത്തിന് അവിടുന്ന് ഒരു പ്രൈസ് മണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം എന്താ ചെയ്തത്? ഗംഗ ക്ലീൻ ചെയ്യാൻ കൊടുത്തിരിക്കുക. അദ്ദേഹം ആ പ്രൈസ് മണി മാർട്ടേഴ്സിന്റെ ഫാമിലിക്കോ അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്തില്ല അദ്ദേഹം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അഭിനന്ദന അവര് പ്രിസണർ ഓഫ് വാറിന്റെ ആക്കിയതിന്റെ ശേഷം അദ്ദേഹം ഒരു അഡ്രസ് ദ നേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം അതുവരെ ചെയ്തിട്ടില്ല. നേഷൻ അഡ്രസ് ചെയ്തിട്ട് എന്താ പ്രശ്നങ്ങള്, എന്താ നമുക്ക് അഭിനന്ദനെ തിരിച്ചു കൊണ്ടുവരണം, നമുക്ക് അതിന് അഭിനന്ദന്റെ ഫാമിലിക്ക് സപ്പോർട്ട് കൊടുക്കണം, അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം അന്ന് ബൂത്ത് മസ്ബൂത്ത് കർണേക്ക ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ട്വിറ്ററിൽ ഇതായിരുന്നു മേരാ ബൂത്ത് മജ്ബൂത്ത്. അപ്പം അദ്ദേഹം അവരെ ബൂത്ത് വർക്കേഴ്സിന്റെ ഒക്കെ സംസാരിക്കുന്നു, അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നു. പക്ഷെ അഭിനന്ദനെ പറ്റിയിട്ടൊരു വാക്കില്ല. അവര് അന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് നമ്മള് POKന്റെ ഉള്ളിൽ പോയിട്ട് ആ എയർഫോഴ്സ് സ്ട്രൈക്ക് ചെയ്തു. ആ ക്യാമ്പ്സിന് ഫ്ലാറ്റിൻ ചെയ്തതിനു ശേഷം ഒരു വലിയ ഭാഷണം തന്നു. അമിത്ഷാ പറഞ്ഞു ഇത് ന്യൂ ഇന്ത്യ, ഓൾഡ് ഇന്ത്യ, അല്ലെ ഇത് മോദിയുടെ ഇന്ത്യ. പ്രധാനമന്ത്രി വന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാലോ എന്താ യെദ്യൂരപ്പ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഞങ്ങൾ കേൾക്കേണ്ട വന്നത്. പക്ഷെ അഭിനന്ദനെ എടുത്തതിന്റെ ശേഷം ഒരു വാക്ക് ഈ പ്രധാനമന്ത്രി പറഞ്ഞില്ല. ഒരു വാക്ക്. അവരെല്ലാം സൈലന്റ് ആയിരുന്നു. എന്റെ ചോദ്യം ഇന്ന് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാ? എവിടെയാ ഈ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്ന ലേഡി? അവരെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇന്ന് കന്യാകുമാരിയില് മോദിജി പറഞ്ഞിരിക്കുക ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് നിർമ്മല സീതാരാമൻ. നിങ്ങൾ പ്രധാനമന്ത്രിക്ക് ഇത്രയും കൂടി അറിയില്ല. ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധിയാണ്. ഇത്ര വീക്കാ അദ്ദേഹത്തിന്റെ ഇത്. പിന്നെ വേറൊരു കാര്യം, ഈ അഭിനന്ദന എടുത്ത് പ്രിസൺ ഓഫ് വാർ എടുത്തു, പുൽവാമ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് പാർട്ടി നമ്മളെ CWC മീറ്റിംഗ് വരെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് രാഹുൽജി ഒരു ക്യാമ്പയിനും പോയില്ല. പക്ഷെ മോദിജി, രാജ്നാഥ് സിംഗ്, അവരെ പല മിനിസ്റ്റേഴ്സും ക്യാമ്പയിനിങ്ങിന്റെ ഭയങ്കര ബിസിയായിരുന്നു. അന്ന് മോദിജി ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ രാജ്വേന്ദ്ര റാഠോർ വേറൊരു ആപ്പ് ഇതാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് സ്പോർട്സില്. അപ്പം അവര് ഓരോരോ, പിന്നെ രാജ്നാഥ് സിംഗ് ഛത്തീസ്ഗഡിൽ പോയിട്ട് അവിടെ ക്യാമ്പയിൻ ചെയ്യായിരുന്നു. അപ്പം അവർക്ക് ആർക്കും ഈ സൈന്യ പ്രിയമില്ല. വെറും വർത്താനം, ഇത് സംസ്കാരമാണ്, ഞങ്ങൾ സൈന്യകൾ ഇമ്പോർട്ടന്റ്. പക്ഷെ ഈ സൈന്യകളെ വെറും വോട്ടിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരേ ഒരു അംബിഷനാ ഈ മോദിജിക്കുള്ളത്. അതിന് ക്ലിയർ ആയി അത് ക്ഷമ അത് ഇന്ന് തുടങ്ങിയതാണോ? നോക്കൂ, അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമുക്ക് എന്തൊക്കെ രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടായാലും ആ മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാമോ? സാക്ഷാൽ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധനും പ്രധാനമന്ത്രിയുമായിരുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹം പാകിസ്ഥാനിൽ ചാരപ്രവൃത്തി നടത്തുന്നു എന്ന ധ്വനിയുള്ള സംസാരം നടത്തിയില്ലേ? എപ്പോഴും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യസ്നേഹത്തെ ഉപയോഗിക്കുന്ന ഒരു ബ്രെയിൻ ടേസ്റ്റ് ആണ് മോദി ഇതുവരെ 2014 ശേഷം കാണിച്ചത്. അതാണ് ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയും കാണിച്ചത്. മറു അഭിപ്രായമുണ്ടോ ക്ഷമ? മറു അഭിപ്രായമില്ല. അദ്ദേഹം അതന്നെ എല്ലാ സമയത്തും ഉറിയുടെ ശേഷം അവര് പറഞ്ഞിരിക്കുക ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ ശേഷം ഒരു ടെററിസം കാണൂല. മോദിജിയാണ് ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തത്. അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി. അതിന്റെ മേലെ ആയിരുന്നു UPയുടെ ക്യാമ്പയിൻ നടത്തിയത്. അപ്പൊ അതിന്റെ മേലെ UPയുടെ ക്യാമ്പയിൻ നടത്തി അവര് വിജയം അതിന്റെ മേലെ ആയിരുന്നു. അപ്പം എപ്പോഴും സൈനികൾ ഞങ്ങള് പിന്നെ ആ സമയത്ത് അവര് പറഞ്ഞിരിക്കുക ഈ സെഡിഷൻ ചാർജസ് ഉണ്ടായിരുന്നു. നോട്ട് ഓൺലി ടു ദി എക്സ് പ്രൈം മിനിസ്റ്റർ, പക്ഷെ എക്സ് വൈസ് പ്രസിഡന്റ്, പിന്നെ ഫോമർ ആർമി ചീഫിനെയും അക്യൂസ് ചെയ്തിരുന്നു അന്ന് മോദിജി. അപ്പൊ ഫോമർ ആർമി ചീഫിനെ അക്യൂസ് ചെയ്യുമ്പോൾ ഒരു ആന്റി നാഷണൽ ആവുന്നത് അത് ഇല്ല. എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷെ അദ്ദേഹം ദേശദ്രോഹി ആവൂല. കോൺഗ്രസ് പാർട്ടി ഇന്ന് ഞങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ്, ഞങ്ങൾ ചോദിക്കും വേൾഡ് റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നു 300 വരെ അന്ന് 300 ടെററിസ്റ്റിനെ അവര് കൊന്നിരിക്കുകയാണെന്ന് ഞങ്ങൾ ന്യൂസ് ചാനൽസിൽ കണ്ടു. പക്ഷെ ഇന്നലെ എയർ ചീഫ് മാർഷൽ പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് നമ്പർ പറയാൻ പറ്റൂല എത്ര പേരാന്ന്, അത് നമുക്ക് പറയാൻ പറ്റില്ല. അവര് 300 വരെ കൊന്നിട്ടില്ല, അവർ പറയണം. പിന്നെ നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് 360 kgs ഓഫ് RDX ഡറിന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ പുൽവാമ അറ്റാക്കിന്റെ സമയത്ത്, സൂയിസൈഡ് അറ്റാക്കിന്റെ. അത് നമ്മൾ ചോദിക്കുമ്പം എന്നോടെല്ലാം പറയാ BJP-ക്കാര് നീ ഇപ്പൊ ഇമ്രാൻഖാന്റെ സൈഡിലാണ്. അപ്പൊ
ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡെമോക്രസി അല്ല, ഇത് ജനാധിപത്യമല്ല, ഇതൊരു ഓട്ടോക്രാറ്റിക് റൂളാ ചൈന വരും. നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇമ്രാൻഖാന്റെ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചൈനയുടെ ഒക്കെ ആയിരിക്കും. ഇവിടെ നമ്മൾ മോദിജി എന്താ പറയുന്നത് അത് ചെയ്യണം. അത് പക്ഷെ നമ്മൾ കോൺഗ്രസ് പാർട്ടി ചോദിക്കും, നമ്മൾ എന്താ നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞങ്ങള് അഭിനന്ദൻ തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാണ്. അതിന്റെ മുമ്പ് നമ്മൾ ഇന്നലെ TV ചാനൽസ് കണ്ടില്ല, മോദിജിയുടെ പ്രോ BJP ചാനൽസ് എല്ലാം പറയുന്നത് മോദിയുടെ വിക്ടറിയ, അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ഇത് ചെയ്തു, അദ്ദേഹം അത് ചെയ്ത്. പക്ഷെ അവരെന്താ സ്ലാം ചെയ്യായിരുന്നു പാകിസ്ഥാനെ. അവര് വെയിറ്റ് ചെയ്യണം, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അഭിനന്ദൻ തിരിച്ചു വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി അതിനു മുമ്പേ നമ്മൾ ഒരു രാജ്യമായിട്ട് ഒക്കെ നിൽക്കണം അദ്ദേഹം തിരിച്ചു വരുന്നവരെ. അതുവരെ നമുക്കെല്ലാം ഇന്ത്യൻ സിറ്റിസണായി ഞാൻ ഇപ്പൊ ഒരു കോൺഗ്രസ് പാർട്ടിയിലെ വ്യക്തിയായിട്ടില്ല, പക്ഷെ നമുക്കുള്ള ടെൻഷനാ ഓരോ മിനിറ്റ് അദ്ദേഹം ആ ബോർഡർ ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് എത്തുന്നവരെ നമുക്ക് ആ ടെൻഷനാണ് ഉള്ളത്. പക്ഷെ മോദിജിക്ക് അതൊന്നും ഇല്ല, BJPക്കും ഇല്ല. ഇതൊരു ഇന്നലെ പറഞ്ഞിട്ടില്ലേ പൈലറ്റ് പ്രോജക്ട്, ആ പൈലറ്റ് പ്രോജക്ട് ആരാഹെ, അതിന്റെ അർത്ഥം എന്താ? ഇതൊരു ചെറിയതാണ്. ഇനി എന്താ നമുക്ക് വോർ വരുന്നുണ്ടോ ഒന്നും അറിയില്ല, അവര് വോർ ചെയ്യാൻ പോകുന്നുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെയാ സംസാരം. അതിന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കണം. ഈ നേതൃത്വം ഒരു സൈനികരിലുള്ള നേതൃത്വമല്ല, ഇത് ഞങ്ങള് ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊരു സെൽഫിഷ് അവരെ സ്വന്തം മനസ്സിലായി. ക്ഷമ പറഞ്ഞത് അടിവരയിടേണ്ടതാണ്. BJP നേതാവ് ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ, അതായത് ക്ഷമ കോൺഗ്രസും നേരത്തെ ആനി രാജയും ഇടതുപക്ഷവും അടിവരയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് കെജ്രിവാൾ അവരുടെ പാർട്ടി പരിപാടികൾ മാറ്റിവെച്ചു ഈ അതിർത്തിയിലെ സംഘർഷത്തിന്റെ ഭാഗമായി. ഒമർ അബ്ദുള്ള പറഞ്ഞു ഒരു രാഷ്ട്രീയ പരിപാടിയിലും ഈ അഭിമാൻ തിരിച്ചെത്തുന്നത് വരെ മോദി പൊതുപ്പണം ഉപയോഗിച്ച് പോകരുതെന്ന് ഒമർ അബ്ദുള്ളയ്ക്ക് പോലും പറയേണ്ടി വന്നു. ഇങ്ങനെ എല്ലാവരും അതിനൊത്ത് നിന്നിട്ട്, സൈന്യത്തിനൊത്ത് നിന്നിട്ട് അതിർത്തിയിലെ ടെൻഷന്റെ ആ ഷോക്ക് ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മോദി മാത്രം രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ വേദികളിലും പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് പ്രതിപക്ഷത്തെ ചീത്ത വിളിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനോട് യോജിപ്പുണ്ടാകാനാവുന്നത്? BJP അല്ലേ ഇവിടെ പ്രതികൂട്ടിലാകുന്നത്? അല്ല ക്ഷമയ്ക്ക് അവിടെ ആക്രമണം നടന്നു എന്ന് ക്ഷമയ്ക്ക് ബോധ്യമുണ്ടോ? നിങ്ങളുടെ സംസാരം കേട്ടാൽ ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളതിനെ വിശ്വസിക്കുകയാണെന്ന്. അവിടെ 350ഓളം വരുന്ന തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന് ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും ഈ നാട്ടിലെ മറ്റ് ഇവിടുത്തെ സൈന്യം പറഞ്ഞു അത് പ്രീമെച്ചുർ ആകും. അത് പറഞ്ഞാൽ എന്താണ് പ്രീമെച്ചുർ എന്ന് പറഞ്ഞാൽ? അത് ഈ ഒരു അവസരത്തിൽ പറയുന്നത് ഒരു സൈനിക മേധാവി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ശരിയല്ല എന്നാണ് ക്ഷമ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു സൈനിക മേധാവി അത് പറയുമ്പോൾ അത് പ്രീമെച്ചുർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആ ഒരു സാമാന്യ രീതിയിലുള്ള ലോജിക്ക് നമുക്കുണ്ടാവണം. ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ താങ്കൾ ചിന്താഗതി നേരെ തിരിച്ചാണ് ക്ഷമ. ചിന്താഗതി പോകുന്നത് നേരെ തിരിച്ചാണ്. രഞ്ജിത്ത്, എന്റെ ചോദ്യം അതല്ല. ഈ മെച്ചൂരിറ്റി മോഡി കാട്ടിയോ? അതാണ് ക്ഷമ ചോദിച്ചത്. ഈ മെച്ചൂരിറ്റി മോഡി കാട്ടി. ഈ മെച്ചൂരിറ്റി മോഡി കാട്ടി എങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയ വേദികളിൽ 1971 ശേഷം ഇവിടെ ലൈൻ ഓഫ് കൺട്രോളിൽ കടന്നു ചെന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ബലോക്കോട്ടിലെ തീവ്രവാദി ക്യാമ്പുകൾ അടിച്ചു നിരത്തിയത് ഈ രാജ്യത്തിന്റെ ശക്തമായ ഭരണകൂടത്തിന്റെ മിടുക്കാണ്. അനിംഷാദെ ശക്തമായ ഭരണകൂടത്തിന്റെ മിടുക്കാണ്. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എവിടെ പോയി? ഇവിടെ കഴുത്തറുത്തപ്പോൾ ക്ഷമയുടെ നേതാവായിട്ടുള്ള AK ആന്റണി ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. എവിടെ പോയി? എവിടെ പോയി? പാകിസ്ഥാൻ പട്ടാളമല്ല, അത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വേഷമണിഞ്ഞ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ക്ലീൻ ചീറ്റ് കൊടുത്തത് നിങ്ങളുടെ നേതാവല്ലേ ക്ഷമ? അപ്പോഴെവിടെ പോയി? എവിടെ പോയി? നിങ്ങൾക്ക് ഇന്നിപ്പോ തീവ്രവാദികളുടെ എണ്ണത്തിൽ നിങ്ങൾക്ക് സംശയം, ഇന്ത്യയുടെ ആക്രമണത്തിൽ നിങ്ങൾക്ക് സംശയം. ഇതാണ് നരേന്ദ്രമോദിജി കന്യാകുമാരിയിൽ ഉദ്ദേശിച്ചത്. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറയുന്നതിന് പകരം എന്റെ ചോദ്യം അതല്ല. കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ബഹളം വെച്ചിട്ട് കാര്യമല്ല. അതായത് കോൺഗ്രസ് മുമ്പോട്ട് വെച്ചത്, ഇടതുപക്ഷം മുമ്പോട്ട് വെച്ചതായ ഒരു ചോദ്യമുണ്ട്.
ഇങ്ങനെ സൈനികന്റെ ഭീഷണി, സൈന്യത്തിന് ഭീഷണി ഉണ്ടാവുകയും രാജ്യത്തിന്റെ അതിർത്തിയിൽ ഭീഷണിയും സംഘർഷവും ഉണ്ടാകുന്ന ഒരു വേദിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പക്വതയോടുകൂടി അവരുടെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു, അവരുടെ രാഷ്ട്രീയ പരിപാടികൾ മാറ്റിവെച്ചു. എന്തുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും ഈ പാർട്ടി പരിപാടികൾ മാറ്റിവെച്ച് രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല? അതാണ് ചോദ്യം. അല്ല, ഞാൻ തിരിച്ച് അജിംഷാദിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പുൽവാമയിലെ 43 പേരുടെ ജീവത്യാഗം നടന്നു. അതിനുശേഷം ഒരു ഇന്ത്യൻ ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഭരണാധികാരിയും അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ നേരിട്ട് പോയി അവിടെ നമ്മുടെ ഈ ധീര ജവാന്മാരുടെ മൃതശരീരം പ്രധാനമന്ത്രി എവിടെയായിരുന്നു? പ്രധാനമന്ത്രി എവിടെയായിരുന്നു? തോളിലേറ്റി സോളിൽ നിന്ന് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയ സോളിൽ നിന്ന് അതാണ് കോൺഗ്രസ് ക്ഷമ നേരത്തെ സൂചിപ്പിച്ചു. ആനി രാജയും സൂചിപ്പിച്ചു. ആനി രാജ ഉണർന്ന് പ്രവർത്തിച്ചു. നോ രഞ്ജിത്ത്, ആനി രാജ നേരത്തെ സൂചിപ്പിച്ചു, ഷമാ മുഹമ്മദ് സൂചിപ്പിച്ചു. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഇന്ത്യ മുഴുവൻ വേദനിച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മോദി സോളിൽ പോയി ഒരു കീർത്തി ഏറ്റുവാങ്ങുകയായിരുന്നു. എന്നിട്ട് അത് ഗംഗാ പുനരുദ്ധാരണത്തിന് നൽകുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു ഷൂട്ട് നടന്നു. ആ ഷൂട്ട് പോലും ഒഴിവാക്കാതെ മോദി പോയി. എങ്ങനെയാണ് നിങ്ങൾ കാട്ടിയ പക്വത? പാർട്ടി പ്രവർത്തനത്തിന്റെ വേദികൾ എല്ലാവരും മാറ്റിവെക്കുമ്പോൾ മോദി പാർട്ടി പ്രവർത്തനം നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ആരും സംസാരിക്കാതെ രാജ്യത്തിന്റെ സൈന്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളത് സംസാരിച്ചു. ഷാ സംസാരിച്ചു, മോദി സംസാരിച്ചു, എന്തിന് യെദ്യൂരപ്പ വരെ സംസാരിച്ചു. ആരാണ് ഈ രാജ്യത്ത് സൈന്യത്തോട് കൂറുകാട്ടിയത്? ആരാണ് പക്വത കാട്ടിയത്? നരേന്ദ്രമോദിജി ഇന്ത്യയോട് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 43 പേരുടെ മുമ്പിലിരിക്കുന്നത് ബി ജെ പിക്കാർ മാത്രമല്ല, മുമ്പിലിരിക്കുന്നത് ബി ജെ പിക്കാർ മാത്രമല്ല. ശ്രീമതി ആനി രാജ, ഞാൻ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീമതി ആനി രാജ, നാളെ ഈ 43 സൈനികന്റെ മരിച്ചുപോയ വീരമൃത്യു വരിച്ച സൈനികരുടെ ഫോട്ടോ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ബി ജെ പി മടിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാണ് രാഷ്ട്രീയ പക്വത പുലർത്തേണ്ടത്? മാതൃകയായ രാഷ്ട്രീയ പക്വത പുലർത്തേണ്ടത് ഭരിക്കുന്നവരല്ലേ? എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ അത്ര പോലും പാർട്ടി പരിപാടികൾ ഉപേക്ഷിച്ച് മാതൃക അവർ കാട്ടിയോ? എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് രഞ്ജിത്ത്. അനിരാജ, അജിംഷ ഇതിലൊന്ന് സൂചിപ്പിക്കേണ്ട, അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ ബി ജെ പിയുടെ വക്താവ് തന്നെ പറഞ്ഞു, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയുടേത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു. അതേ വാദം തന്നെ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ പാർലമെന്റിലെ പാർട്ടികളുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു യോഗം വിളിച്ചു, സർവകക്ഷി യോഗം വിളിച്ചു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്ന് മാത്രവുമല്ല, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യം ഒന്നടങ്കം ഒരു ദുഃഖാചരണത്തിൽ ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് വോട്ട് ചോദിക്കാൻ മടിയില്ലാത്ത ഇത്രയേറെ ഒരു ഇൻസെൻസിറ്റീവായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, എന്റെയും കൂടി പ്രധാനമന്ത്രി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് ഈ രാജ്യത്തിനെതിരാണ്, അങ്ങനെ ചോദ്യം ചെയ്യുന്നവർ അത് ആർമിക്കെതിരാണ്, സേനയ്ക്കെതിരാണ് എന്ന് പറയുന്നത് പറയാൻ എന്താണ് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് രക്ഷപ്പെടാൻ നടത്തുന്ന ഒരു ആർഗ്യുമെന്റ് മാത്രമാണ്. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യങ്ങളും പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വം ഈ നമ്മൾ പറയുമല്ലോ ഈ ചൂടോടെ അയണ്ണ അടിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു അവസരം 10 വോട്ടിന് വേണ്ടി 2 സീറ്റിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഈ ജവാന്മാരുടെ ജീവത്യാഗത്തെ പോലും വോട്ടാക്കി മാറ്റാനുള്ള അതിനീചമായ പരിശ്രമമാണ് BJP പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട കാര്യമില്ല. അജിംഷ ഓർമ്മിക്കുന്നുണ്ടാവും, ഈ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് അദ്ദേഹം പാകിസ്ഥാൻകാരുമായി രഹസ്യ യോഗം നടന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ തന്നെ ചാനലിൽ അന്നേ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്.
ഈ പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്ന് ഈ രാജ്യത്ത് നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഗുജറാത്ത് ഇലക്ഷന്റെ സമയത്ത് തന്നെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് 12,500 ജവാന്മാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള റൂട്ടിലൂടെ പോകുന്നതിന് കാലാവസ്ഥ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന എന്തും സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഉള്ള സമയത്ത് ഇത്രയധികം ജവാന്മാരെ ഇങ്ങനെ റോഡ് മാർഗം കൊണ്ടുപോകാൻ ഉള്ള ഒരു അശ്രദ്ധ, കൊണ്ടുപോകുന്ന ആ തീരുമാനത്തിലുള്ള ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ അങ്ങനെ അനുവദിച്ചത് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിൽ നിന്ന് 10 വോട്ട് വാങ്ങാൻ കഴിയുമോ എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഈ രാജ്യത്തെ ജനങ്ങൾ സംശയിച്ചാൽ അതിൽ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ഈ രാജ്യത്തെ ഇന്നെന്താണ് പ്രധാനമന്ത്രിയുടെ ധാരണ, ശ്രീ നരേന്ദ്രമോദിയുടെ ധാരണ, ഈ രാജ്യം എന്റേതാണ്, ഈ രാജ്യത്തെ ജവാന്മാർ എന്റെ അടിമകളാണ്, അവരെയൊക്കെ ഉപയോഗപ്പെടുത്തും, ഞാൻ എന്തു പറയുന്നു, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, വേറെ ആരും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്താൽ ചോദിക്കട്ടെ. ആ ബി.ജെ.പിയുടെ പ്രതിനിധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉറി ആക്രമണം, പത്താൻകോട്ട് ആക്രമണം, ഇതെല്ലാം ഇന്ത്യയുടെ സൈനിക താവളത്തിന് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണങ്ങളാണ്, സൈനിക താവളങ്ങൾക്ക് നേരെ. അതിനുശേഷം ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണം എവിടം വരെ എത്തി? ആ അന്വേഷണത്തിൽ ആരെയെങ്കിലും അതിന് ഉത്തരവാദികൾ ആരാണെന്ന്, ഈ വീഴ്ച വരുത്തിയത് ആരാണെന്ന് ഇതുവരെയെങ്കിലും കണ്ടെത്താനായോ ഈ അന്വേഷണത്തിന്? അവർക്കെതിരെ നടപടി സ്വീകരിച്ചോ? അങ്ങനെ നടപടി സ്വീകരിക്കാതെ വീണ്ടും വീണ്ടും ഇന്ത്യയുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നു. കയറി ഇറങ്ങി പോകാനായി, പരിശോധനയുടെയും തെളിവ് നൽകുന്നതിന്റെ ഭാഗമായി പഠാൻകോട്ടിൽ കയറി ഇറങ്ങാനായി പാക് പ്രതിനിധികൾക്ക് ആ രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ എത്തിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ തുടർച്ചയായി ഇങ്ങനെ വരുമ്പോൾ അതിനെ ഈ സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്നതാണ് ഈ രാജ്യത്തെ സൈനികരൊക്കെ തന്നെയും. ആ ആളുകൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ, അവരുടെ ചോദ്യങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉച്ചത്തിൽ ചോദിച്ചാൽ അവരെല്ലാം സൈന്യത്തെ അവിശ്വസിക്കുന്നു. സൈന്യത്തെ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണ്. ഈ സൈന്യം ബി.ജെ.പിയുടെ സൈന്യമല്ല, രാജ്യത്തിന്റെ സൈന്യമാണ്, രാജ്യത്തിന്റെ സൈന്യമാണ്. ആ സൈന്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് മറ്റൊരു എന്താണ് പറയുന്നത്, ഇതിലൊരു ചർച്ച നടത്തണമെന്ന് പറയുന്നത്. ഇന്നിപ്പം അഭിനന്ദൻ എന്ന ധീര സൈനികൻ നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ അത് ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടാണ്, യുദ്ധം നടത്തിയതിന്റെ ഫലമായിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ആ ചർച്ച അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയോട് ഈ രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ അവർ നടത്തിയ, വിദേശകാര്യ മന്ത്രിയൊക്കെ ശ്രീമതി സുഷമാ സ്വരാജൊക്കെ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അതല്ലാതെ ആയുധത്തിന്റെ ബലത്തിലല്ല എന്നുള്ളത് ബി.ജെ.പിക്കാർ മനസ്സിലാക്കണം. ചർച്ച വേണമെന്ന് പറയുന്നവരെ എല്ലാം ഈ രാജ്യത്തെ സൈന്യത്തിനെതിരാണ്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരാണ്, അവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന മുട്ടാപ്പോക്ക് സ്വീകരിക്കുന്നത് ഈ രാജ്യത്തിന് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്താനേ ഉതകുകയുള്ളൂ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ശ്രീമതി ആനി രാജ മുമ്പോട്ട് വെച്ചത്. അതായത് നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര വൈദഗ്ധ്യത്തിലൂടെ സ്വീകരിച്ച നൈതികമായ ഒരു വിലയുണ്ട്, ഒരു മൂല്യമുണ്ട്, നൈതികമായ മൂല്യമുണ്ട്. ഇന്ത്യ എന്ന മൂല്യം, പഞ്ചശീല തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന മൂല്യം, ആ മൂല്യമാണ് ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ ബലമായി ഇപ്പോഴും തുടരുന്നത്. അത് നെഹ്റു മുതൽ ഇങ്ങോട്ട് രാജ്യത്തിന്റെ തുടർച്ചയാണ്. ഇന്ന് നാം പിന്തുണയ്ക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് അത് നടത്തി, അത് വിജയകരമായി തിരിച്ചെത്തി. അതും സൈന്യത്തിന്റെ മികവാണ്. ആ സൈന്യം ഇന്നുണ്ടായതല്ല, ഏതെങ്കിലും ഒരു പാർട്ടി പോറ്റിയതല്ല, ഈ രാജ്യം പോറ്റിയതാണ്. നെഹ്റുവിൻ്റെയോ ഒരുപക്ഷെ അതിനു മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുതൽ തുടങ്ങിയ ആ വലിയ തുടർച്ചയാണ് ഇന്നത്തെ സൈന്യത്തിന്റെ മികവായി നിൽക്കുന്നത്. അതേതെങ്കിലും ഇപ്പോഴും നൽകുന്നതല്ല. അതാണ് ശ്രീമതി ആനി രാജ മുമ്പോട്ട് വെച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സാധാരണക്കാരായ സൈനികർ ഉറിയിലും പഠാൻകോട്ടിലും പുൽവാമയിലും മരിച്ചു വീണത് ഈ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. സൈന്യം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഈ 2014 ശേഷമാണ്. നിങ്ങൾ PDP-യുമായി BJP
കശ്മീരിൽ ഭരണം പങ്കിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചോദ്യവും കൂടിയാണ് ആനി രാജ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. BJP അല്ല, ഒന്നാമത്തെ കാര്യം, ഏത് ചർച്ചയാണ് ആനി രാജ, ബഹുമാന്യനായിട്ടുള്ള ശ്രീമതി ആനി രാജ അവിടെ പാകിസ്ഥാനുമായിട്ട് നടത്തിയിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, പാകിസ്ഥാൻ 2 ദിവസം കൊണ്ട് അഭിനന്ദൻ വർത്തമാനെ പുറത്തുവിട്ടുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൈമാറുവെങ്കിൽ പാകിസ്ഥാന് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്, പാകിസ്ഥാന് വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. കറാച്ചിയിലടക്കം ഇന്ത്യയുടെ അന്തർവാഹിനികൾ എത്തി. പാകിസ്ഥാന്റെ മുഴുവൻ ആഭ്യന്തരമായിട്ടുള്ള എയർപോർട്ടുകളും അവർ നിർത്തലാക്കി. ആഭ്യന്തരമായിട്ടുള്ള വിമാന സർവീസുകൾ പാകിസ്ഥാൻ നിർത്തലാക്കി. പാകിസ്ഥാൻ പേടിച്ചരണ്ടു. ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ പേടിച്ചരണ്ടു. ഇന്ത്യയുടെ ശേഷി ആരുണ്ടാക്കിയത്? 2014 ശേഷം ഉണ്ടായതാണോ? F-16 എന്നുള്ള ആ വിമാനം ഇവിടെ പ്രയോഗിച്ചു. ആ വിമാനം ഇവിടത്തെ ബഹുമാന്യരായിട്ടുള്ള സൈനികർ, ഇവിടത്തെ ബഹുമാന്യമായിട്ടുള്ള പട്ടാളം ആ വിമാനത്തെ തച്ചു തകർത്തു. എന്നിട്ട് ഇന്നലെ 5 മണിയോടുകൂടി ഇവിടത്തെ സൈനിക മേധാവികൾ പത്രസമ്മേളനം നടത്തുമെന്ന് അവർ പ്രസ്താവിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്തുമെന്ന് പ്രസ്താവിക്കുകയുണ്ടായപ്പോൾ പാകിസ്ഥാൻ പേടിച്ചു. കാരണം ആ പത്രസമ്മേളനം നടത്താൻ പോകുന്നത് അഭിനന്ദൻ വർത്തമാന്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സഹകരിച്ചില്ലെങ്കിൽ പാകിസ്ഥാന് യഥാർത്ഥ രീതിയിലുള്ള മറുപടി കൊടുക്കും എന്നുള്ള പത്രസമ്മേളനമായിരിക്കും വിളിക്കാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും പാകിസ്ഥാൻ പേടിച്ചരണ്ടു. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീമതി ആനി രാജ എത്രയും പെട്ടെന്ന്, അതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഇമ്രാൻഖാൻ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ മോചിപ്പിക്കുമെന്ന്. എപ്പോഴും നമ്മളെല്ലാവർക്കും താങ്കൾക്കറിയാമായിരിക്കും, പക്ഷേ താങ്കളത് അറിവില്ല എന്ന് നടിക്കുന്നതായിരിക്കും. എപ്പോഴാണ് ഒരു ഒത്തുതീർപ്പിന് ഒരു അയൽ രാജ്യം വരുന്നത് എങ്കിൽ അവിടെ അവർക്ക് കൂടുതലായിട്ട് നഷ്ടം സംഭവിക്കും എന്നുള്ള ബോധ്യം വരുമ്പോൾ മാത്രമാണ് ഒരു അയൽ രാജ്യം എപ്പോഴും എപ്പോഴെങ്കിലും ഒത്തുതീർപ്പിന് രണ്ട് ദിവസം കൊണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഷയമാണ്. അത് പാകിസ്ഥാൻ മാത്രമല്ല, നമ്മൾ പാകിസ്ഥാനോട് ആണോ സംസാരിച്ചത്? നമ്മൾ പല രാജ്യങ്ങളിലെ രാഷ്ട്രീയ തലവന്മാരുമായും അതിന് ബന്ധപ്പെട്ട ആളുകളുമായും നമ്മൾ സംസാരിച്ചില്ലേ? നമ്മൾ ആ സംസാരത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലുണ്ടായിട്ടുള്ള പ്രഷർ, ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും പാകിസ്ഥാൻ താങ്കൾ സമ്മതിച്ചതല്ലേ? ചെയ്യാൻ വേണ്ടി ഇന്ത്യ നടന്നില്ല. ഇന്ത്യ ആ രീതിയിലുള്ള നയം, ഞാൻ പറയുന്നത് താങ്കൾ പൂർണ്ണമായും കേൾക്കുക. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുക. താങ്കൾ ഇങ്ങനെ ഞാൻ പറയുന്ന ചോദിക്കുന്ന ചോദ്യം പൂർണ്ണമായി കേൾക്കാതെ താങ്കൾ സംസാരിക്കരുത്. നമ്മുടെ രാജ്യത്തിന്റെ, ഈ രാജ്യത്തിന്റെ ഡിഫൻസ് വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ തന്നെ ഈ ലോകത്തിലെ പല രാജ്യങ്ങളുമായും രാഷ്ട്ര തലവന്മാരുമായും ഒക്കെ ഈ വിഷയം, ഈ രാജ്യത്തുണ്ടായ ഈ ഡെവലപ്മെന്റ് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. ഇപ്പോൾ സുഷമ സ്വരാജ് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? ഇതെല്ലാം ചർച്ചകളുടെ ഭാഗമല്ലേ? ഈ അന്താരാഷ്ട്ര തലത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രഷർ പാകിസ്ഥാന് മേൽ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ആകെ പാകിസ്ഥാന് കൊടുത്തത്, ആ വിമാനം കൊടുത്തത് നിങ്ങൾക്കിത് തീവ്രവാദികൾക്കെതിരായിട്ട് തീവ്രവാദികളെ അമർച്ച ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ F-16 എന്നുള്ള വിമാനത്തിൽ നിന്നും അംബ്രാം അടക്കമുള്ള മിസൈലുകൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രയോഗിച്ചു. ആ മിസൈലുകളുടെ ഭാഗങ്ങളുമായിട്ട് ഇവിടെ പത്രസമ്മേളനം നടത്തി. പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. അമേരിക്കയോട് മറുപടി പറയേണ്ടി വന്നു. കാരണം അവർ തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞ മിസൈലുമായിട്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തി എന്നുള്ളത് ഇവിടെ മുഴുവൻ ലോകരാജ്യങ്ങൾക്കും മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. അതായിരുന്നു, അല്ലാതെ ഇന്ത്യയുമായിട്ട് യാതൊരു ചർച്ചയും. അതായത് ഈ രാജ്യം ഈ ഇമ്രാൻഖാനും പാകിസ്ഥാനും
ഈ രാജ്യത്തേക്ക് ബന്ധപ്പെടാൻ പോലും ശ്രമിച്ചപ്പോൾ അതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതിന് ശേഷം വർദ്ധമാൻ ഇവിടെ എത്തിയതിനു ശേഷം, അഭിനന്ദൻ വർദ്ധമാൻ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ചർച്ചയുള്ളൂ എന്ന ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് വർദ്ധമാൻ ഇവിടെ എത്തുന്നത് വരെ, ഈ അതിർത്തിയിലെ ടെൻഷൻ ഒഴിയുന്നത് വരെ ഒരു പാർട്ടി പരിപാടികളെല്ലാം കെജ്രിവാൾ മാതൃകയിൽ റദ്ദാക്കാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നത്? അല്ല ജിംഷാദെ, താങ്കൾ വീണ്ടും വീണ്ടും ഇത്ര ബാലിശമായിട്ടുള്ളൊരു ആരോപണവുമായിട്ട് താങ്കൾക്ക് അത് ബാലിശമാണോ ശ്രീ ജ്യോതിർഗമയ അജയകുമാർ? അത് ബാലിശമാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പറഞ്ഞല്ലേ, ഞാനോട് പറയട്ടെ ഞാൻ പറയട്ടെ. അത് മാത്രമല്ല, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ കാര്യമുണ്ട്. ഇന്ത്യയിലെ സബ്മറൈൻ കറാച്ചിയിൽ എത്തിയെന്ന് പറഞ്ഞാലേ അതൊന്നും പറയാൻ പാടുന്ന വിവരങ്ങളാണ്. ഒരു പക്ഷേ എത്തിയാൽ പോലും അത് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസാ പട്ടാളത്തിന്റെ. അത് തന്നെ വലിയ ഗുരുതരമായ ഒരു ചർച്ച ചെയ്യിക്കാൻ വേണ്ടി അങ്ങനൊന്നും പറയരുത്. ഇന്ത്യയുടെ സബ്മറൈൻസ് കറാച്ചിയിലെത്തി, അതൊക്കെ ഗുരുതരമായ വീഴ്ചയാണ്. അതൊക്കെ ഡിഫൻസ് ക്ലാസിഫൈഡ് ആണ്, ഇൻഫർമേഷൻ അറിയാമെങ്കിൽ പോലും പറയരുത്, ശരിയാണെങ്കിൽ പോലും. അതൊക്കെ വളരെ ഗുരുതരമായ ഒരു ചർച്ച ചെയ്യിക്കാൻ വേണ്ടി എന്തും പറയുന്നത് ശരി, ഒരു നിലപാട് ശരിയല്ല രഞ്ജിത്ത്. അതുപോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ ചോദ്യം ഇതാണ് ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാനെ കരുത്താണ്. അത് 2014 ശേഷം ഉണ്ടായതല്ല രഞ്ജിത്ത്, അത് അതിനു മുമ്പേ ഉള്ളതാണ്. എന്റെ ചോദ്യം ഇതാണ്, അതായത് ഇങ്ങനെ അതിർത്തിയിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന പാർട്ടി പരിപാടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാമോ? കെജ്രിവാൾ ഉപേക്ഷിച്ചതുപോലെ ഒരിക്കലും ശരിയല്ല. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും, അതുമാത്രം ജനങ്ങളൊക്കെ ടെലിവിഷന്റെ മുമ്പിൽ പോകുന്നില്ല, പത്രമാത്രങ്ങൾ അവര് ടെൻഷനാണ്. ഇന്ത്യയിലെ മോഡിക്ക് മാത്രമേ ടെൻഷനില്ല, കാരണം മോഡിക്കും അമിത്ഷായ്ക്കും ടെൻഷനില്ല. BJP അത് ഇന്നലെ തന്നെ 85 മിനിറ്റാണ് പാർട്ടി പരിപാടിയിൽ രാജ്യത്തോട് പാർട്ടി എന്താണ് BJPയുടെ പ്രവർത്തകർ 85 മിനിറ്റിൽ ഒരു പേര് പോലും ഒരിക്കൽ പോലും അഭിനന്ദന്റെ പേര് പറഞ്ഞില്ല. അഭിനന്ദന്റെ പേര് ഇത്രയും വലിയ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ ടെൻഷൻ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. അദ്ദേഹത്തിന് അത് എങ്ങനെയാണ് പൊളിറ്റിക്സ് കളിക്കാൻ പറ്റുന്നത്, എന്താണ് എനിക്ക് രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്, അത് ഇത്രയും ആത്മാർത്ഥ ഇല്ലാത്ത ഒരു ജനം പോലും ഇന്ത്യയിൽ ഉണ്ടാവത്തില്ല, ഭരണാധികാരികൾ പോട്ടെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ എന്നും എക്കാലവും ഇന്ത്യക്ക് അതിർത്തിയിൽ ഉള്ളവർക്ക് ഇതുപോലുള്ള അടിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിന് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നുമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ഭരണാധികാരത്തിന്റെ സ്വാതന്ത്ര്യം ആവശ്യമില്ല. കാരണം അവർ തോക്കും ബാക്കിയുള്ള യുദ്ധസമരം നിർത്തിയടിക്കുന്ന തിരിച്ചടിക്കാനാണ്. അത് ഇന്റിമേഷൻ പോലും ചെയ്യേണ്ടത് ഉടനെ വേണ്ട, തിരിച്ചടിച്ചാൽ മതി. എപ്പോഴും ഈ പറഞ്ഞ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം പാകിസ്ഥാനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിലുപരി അവിടെ ഒരു ചാവേറായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളുണ്ട്, ഒരു വിഭാഗം ഈ തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികളെ അപ്പൊ ഒരു സൈന്യത്തിന്റെ ഭാഗമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അമേരിക്കയും എല്ലാവരും, ഈവൻ ചൈന, അവരെല്ലാവരും തന്നെ. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ തീവ്രവാദികളും ചാവേറുകളും വർദ്ധിച്ചത് കഴിഞ്ഞ 10-25 വർഷം കൊണ്ടാണത്. അപ്പൊ ഇന്ത്യയോട് അവരുടെ നിലപാട്, അപ്പൊ അതിനെ നമ്മൾ എപ്പോഴും, അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തിനകത്ത് ഇതുപോലെ തന്നെ തീവ്രവാദികളുണ്ട്. അവരോട് ചോദ്യം കൂടി, ഏറ്റവും ഒടുവിൽ നമുക്ക് 4 സൈനികരാണ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ചർച്ച തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് ഞാൻ നോക്കുമ്പോൾ 4 സൈനികരാണ്, CRPF ജവാന്മാരാണ്, പാരാമിലിറ്ററി മരിച്ചു വീണത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്തെന്ന് നമുക്കറിയില്ല. ഈ സമാധാനം പുരോഗമിക്കുന്ന വേളയിലും അതിർത്തിയിൽ വീണ്ടും സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ഈ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇത് അതിർത്തിയിൽ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ ഇതൊന്നും അങ്ങനെ ഭരണാധികാരികൾ ഡിക്ലെയർ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. കാരണം ഇതിപ്പോൾ അതിർത്തിയിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.